രാത്രിയായപ്പോൾ ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ടുള്ളത് കഴിക്കാമെന്നൊരു കൊതി. അങ്ങനെ കമ്പനി പോയ അനന്തുവിനെയും വിളിച്ചു വരുത്തി ഞാനും ഡെലുവും റെഡി ആയിട്ടിരുന്നു. അനന്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കരയുള്ള പോർച്ചുഗീൽ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. അങ്ങനെ മന്തി ഞാൻ ഓർഡർ ചെയ്ത്, എനിക്കൊരു മന്തിയും അനന്തുവിന് ഒരു ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ സാധനം ആദ്യമേ കിട്ടി, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചു. ഡെലു എന്തായാലും നല്ല മിടുക്കിയായിട്ടിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല, അവൾ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ എൻ്റെ മന്തി തട്ടി ഞാൻ അകത്താക്കി. ഞാൻ മന്തിയും ഒരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു. അങ്ങനെ ഞാനത് കഴിച്ചു. അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ അനന്തുവിൻ്റെ ഷവർമ്മയൊക്കെ വന്നു. അങ്ങനെ അനന്തു ഡെലുവിനെയും കയ്യിലൊക്കെ വെച്ചിട്ട് അത് കഴിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെലുവിനെ ഞാൻ വാങ്ങിച്ചു. പിന്നെ അനന്തുവിനെ ഞാൻ സമാധാനമായി കഴിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ അനന്തു നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്നോട് ആരെവിടെ പോയാലും എന്ത് വേണമെന്ന് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്നത് മന്തിയാണ്. എനിക്ക് ഷവർമ്മയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഈ ഷവർമ്മ നല്ലതായിരുന്നു. അനന്തു എനിക്ക് 2-3 വട്ടം വാരി തന്നു. അങ്ങനെ ഷവർമ്മയും തട്ടി അകത്താക്കി. പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് അനന്തുവിനെയും ശാന്തനായി ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്. ഗൈസ്, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.